ദെൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ വെൽഫെയർ ഓഫീസറിൻ്റെ ഗ്രേഡ് 2 സിലബസ് നിങ്ങൾ കണ്ടായിരിക്കും. സോഷ്യോളജി, സൈക്കോളജി തുടങ്ങിയ ഏരിയാസിൽ നിന്നൊക്കെ കുറേ ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സോഷ്യൽ പ്രോബ്ലത്തിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ഏരിയ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ ആൻസർ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. ഞാനിവിടെ ആൻസർ പറയുകയും ചെയ്യാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്? താഴെ തന്നിരിക്കുന്നതിൽ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ടൈപ്പ് അല്ലാത്തത് ഏത്? ഓക്കെ, അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ഫിസിക്കൽ അബ്യൂസ്, ഓപ്ഷൻ ബി ഇമോഷണൽ അബ്യൂസ്, ഓപ്ഷൻ സി ലീഗൽ അബ്യൂസ് ആൻഡ് ഓപ്ഷൻ ഡി എക്കണോമിക് അബ്യൂസ്. അല്ലേ, ഫിസിക്കൽ, ഇമോഷണൽ, ലീഗൽ, എക്കണോമിക് അബ്യൂസ്. അല്ലേ, നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഏതായിരിക്കും അതിൻ്റെ ആൻസർ? ഏതായിരിക്കും? ഫിസിക്കൽ അബ്യൂസ് ഉണ്ടല്ലേ, ഇമോഷണൽ അബ്യൂസ് ഉണ്ട്, എക്കണോമിക് അബ്യൂസ് ഉണ്ട്. നമ്മൾ ആ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു ഇത് പറയുന്ന സമയത്ത്, അതിൻ്റെ ഒരു ഡെഫിനീഷൻ നമ്മൾ ആ ഒരു ആക്റ്റിൽ പറയുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു ടൈപ്പ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്? ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ ഒരാളെ ഫിസിക്കലായിട്ടോ ഇമോഷണലായിട്ടോ എക്കണോമിക്കലായിട്ടോ, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ശാരീരിക ഉപദ്രവങ്ങൾ, ഇമോഷണൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ വാക്കുകൾ വെച്ചിട്ടോ അങ്ങനെയൊക്കെ, എക്കണോമിക് എന്നാൽ ഇപ്പോൾ ഡൗറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ. അപ്പോൾ ഇതിൽ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? സി ആണ് അല്ലേ, ലീഗൽ അബ്യൂസ് ആണ് ഇവിടെ വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. According to the Protection of Women from Domestic Violence Act 2005, who can file a complaint? According to the Protection of Women from Domestic Violence Act 2005, 2005 വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ്? ആർക്കാണ് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റുക? ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഗാർഹിക പീഡനം നടന്നു കഴിഞ്ഞാൽ ആർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ ഓൺലി മാരീഡ് വുമൺ, ഓപ്ഷൻ ബി എനി വുമൺ ഇൻ എ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ആൻഡ് ഓപ്ഷൻ സി ഓൺലി ലിവ് ഇൻ പാർട്ട്നേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഫീമെയിൽ ചിൽഡ്രൻ അണ്ടർ 18. അല്ലേ, ആർക്കായിരിക്കും? ഇവിടെ നമ്മൾ നോക്കേണ്ടത് ആ ഒരു ആക്ടിനെ കുറിച്ച് വിശദമായിട്ട് നോക്കണം. ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് അല്ലേ, അതായത് ആൻസർ വരുന്നത് എനി വുമൺ ഇൻ എ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്. ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്. അപ്പോൾ എന്താണ് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് നോക്കണം അല്ലേ. ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിനുള്ളിലുള്ള ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എന്തെങ്കിലും ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും അല്ലേ. ഇവിടെ പറയുന്നത് ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് അല്ലേ, ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ? ഒന്നല്ലെങ്കിൽ വൈഫ്സ് അല്ലേ, ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലീവ് പാർട്ട്നേഴ്സ് അല്ലേ, ഒരുമിച്ച് ജീവിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ മദർ ഉണ്ടായിരിക്കും, സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഡോട്ടേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള വേറെ ഏതെങ്കിലും ഫീമെയിൽ റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലേ. ദെൻ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മാരീഡ് വുമൺസിന് മാത്രമല്ല ഒരു പ്രൊട്ടക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിനുള്ളിലുള്ള എന്ന് പറഞ്ഞു അല്ലേ, ഒരു മാരീഡ് സ്ത്രീക്ക് മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്, ബട്ട് ആൾസോ വുമൺ ഇൻ ലിവ് ഇൻ റിലേഷൻഷിപ്പ് അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ലിവിങ് ടുഗദറൊക്കെ ഉള്ള കാലഘട്ടമാണല്ലോ, അതുപോലെ തന്നെ അപ്പോൾ അവർക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവർക്കും കൂടി ഈ ഒരു ഇത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൽക്കഹോളിസം ഓർ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, AUD അല്ലേ, ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അല്ലേ, is characterized by option A social drinking habit and option B excessive and uncontrollable alcohol consumption, C moderate alcohol use for social purposes, D occasional binge drinking. അല്ലേ, എന്താണ് ആൽക്കഹോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ക്യാരക്ടറൈസ് ചെയ്യുന്നത്? എന്താണ്? ഏതായിരിക്കും?
എക്സസീവ് ആൻഡ് അൺകൺട്രോളബിൾ ആൽക്കഹോൾ കൺസപ്ഷൻ അല്ലേ. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മൾ ആൽക്കഹോൾ വളരെ എക്സസീവായിട്ട് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ അൺകൺട്രോൾഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആൽക്കഹോൾ കൺസപ്ഷൻ ചെയ്യുക. അപ്പോൾ അതായത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സെക്ഷൻ ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ഡിഫൈൻസ് ഡൊമസ്റ്റിക് വയലൻസ്? നമ്മുടെ 2005 നിയമപ്രകാരം ഏത് സെക്ഷനിലാണ് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ നിർവചനം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, നിർവചനം കൊടുത്തിട്ടുള്ളത്? സെക്ഷൻ 17, സെക്ഷൻ 3, സെക്ഷൻ 18, സെക്ഷൻ 31. ഏതായിരിക്കും? സെക്ഷൻ 3യിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞുതരാം എന്താണ് സെക്ഷൻ 3 എന്നുള്ളത്. സെക്ഷൻ 3 എന്ന് പറയുന്നത് ഡെഫിനേഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഫിസിക്കൽ അബ്യൂസ്, അതായത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ്, അതിന് എന്താണ് ചിലപ്പോൾ ബോഡിയിൽ ഇഞ്ചുറിയോ ഹാമോ വരിക. പിന്നെ അടുത്താണ് ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അബ്യൂസ്. സൈക്കോളജിക്കൽ അബ്യൂസ് അതായത് മെൻ്റൽ ഹറാസ്മെൻറ്റ്, ഹ്യൂമിലിയേഷൻസ്, ത്രെട്ട് അല്ലെങ്കിൽ കൺട്രോളിങ് ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്. അടുത്ത ഒന്നാണ് സെക്ഷൽ അബ്യൂസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള സെക്ഷൽ ആക്റ്റുകൾ കാണിക്കുക, ബിഹേവിയർ കാണിക്കുക. മറ്റൊന്നാണ് വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ്. വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് അല്ലേ. ഇവിടെ തന്നെ നമുക്ക് ഇൻസൾട്ട് സംഭവിക്കുക, ഇൻറ്റിമിഡേഷൻ സംഭവിക്കുക, ഹ്യൂമിലിയേഷൻ സംഭവിക്കുക. അടുത്തത് എക്കണോമിക് അബ്യൂസ്, അതായത് ഇപ്പോൾ നമ്മളൊരു ഷെയർഡ് ഹൗസ് ഹോൾഡിലാണല്ലോ ജീവിക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗറി ചോദിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും എഴുത്തിൽ എന്ത് ചെയ്യുക? എക്കണോമിക് അബ്യൂസ് നടത്തുക. ഇതാണ് സെക്ഷൻ 3യിൽ. ഇപ്പോൾ ഫിസിക്കൽ അബ്യൂസ് പറയുന്നുണ്ട്, ഇമോഷണൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ അബ്യൂസ് പറയുന്നുണ്ട്, സെക്ഷൽ അബ്യൂസ്, വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ്, എക്കണോമിക് അബ്യൂസ്. സെക്ഷൻ 3യിലാണ് ഡെഫിനേഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ്. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ കോമ്പണന്റ് ഓഫ് ദി സൈക്കോപാത്തോളജിക്കൽ തിയറി റിലേറ്റഡ് ടു ഡൊമസ്റ്റിക് വയലൻസ് അല്ലേ. താഴെ തന്നിരിക്കുന്നവയിൽ ഇസ് എ കീ കോമ്പണന്റ് ഓഫ് ദി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കീ കോമ്പണന്റ് ഓഫ് ദി സൈക്കോപാത്തോളജിക്കൽ തിയറി അല്ലേ. ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈക്കോപാത്തോളജിക്കൽ തിയറിയുടെ കീ കോമ്പണന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റിസോഴ്സ് സ്കേഴ്സിറ്റി, ആൻഡ് ഓപ്ഷൻ ബി ആൽക്കഹോൾ കൺസപ്ഷൻ ലിങ്ക്ഡ് ടു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ആൻഡ് സി കൾച്ചർ നോംസ് എൻഫോഴ്സിങ് മെയിൽ ഡോമിനൻസ്, പാട്രിയാർക്കൽ സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ് അല്ലേ. ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട സൈക്കോപാത്തോളജിക്കൽ തിയറി അല്ലേ. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. ആൻസർ വരുന്നത് സി ആണ്. കൾച്ചർ നോംസ് എൻഫോഴ്സിങ് മെയിൽ ഡോമിനൻസ്. കൾച്ചർ നോംസ് എൻഫോഴ്സിങ് മെയിൽ ഡോമിനൻസ് അല്ലേ. മെയിൽ ഡോമിനൻസിനെ എൻഫോഴ്സ് ചെയ്യുന്ന കൾച്ചർ നോംസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് സൈക്കോപാത്തോളജിക്കൽ തിയറി എന്ന് പറയുന്നത് എന്താണ്? ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറിയിലെ ഒരു കീ കോമ്പണൻ്റ് ആണ് കൾച്ചർ നോംസ് എൻഫോഴ്സിങ് മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ എ കേസ് വേർ എ വുമൺ ഈസ് ഫോഴ്സ്ഡ് ടു ഗിവ് അപ്പ് ഹെർ സാലറി ടു ഹെർ അബ്യൂസീവ് പാർട്ട്ണർ, വിച്ച് ടൈപ്പ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഈസ് ദിസ് അല്ലേ. ഇപ്പോൾ ഒരു കേസ് പറയാണ്, ആ കേസിൽ എന്താണ്? ഒരു വുമൺ തൻ്റെ അബ്യൂസീവായിട്ടുള്ള പാർട്ട്ണർക്ക് തൻ്റെ സാലറി മൊത്തം കൊടുക്കണം.
ഇത് ഏത് ടൈപ്പാണ്? ഡൊമസ്റ്റിക് വയലൻസിലെ ഏത് ടൈപ്പാണ് അല്ലേ? നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ സോ സിമ്പിൾ. ഫിസിക്കൽ അബ്യൂസ് ആണോ, ഇമോഷണൽ അബ്യൂസ് ആണോ, എക്കണോമിക് അബ്യൂസ് ആണോ, സെക്ഷൽ അബ്യൂസ് ആണോ അല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? ടു ഗിവ് അപ്പ് ഹെർ സാലറി ആണ് അല്ലേ? അവളുടെ സാലറി മൊത്തം ആർക്ക് കൊടുക്കണം? ഈ അബ്യൂസീവ് പാർട്ട്ണർക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്തായിരിക്കും വരിക? സിയിലെ എക്കണോമിക് അബ്യൂസ് ആണ് വരുന്നത്. കാരണം അതൊരു തരത്തിലുള്ള ഒരു സാമ്പത്തിക അബ്യൂസ് ആണ് അല്ലേ? അതായത് തൻ്റെ സാലറി മൊത്തം വളരെ അബ്യൂസീവ് ആയിട്ടുള്ള പാർട്ട്ണർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് വയലൻസിന് എക്കണോമിക് അബ്യൂസ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് എന്നാണ് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ഹസ്ബൻഡ് ഈസ് കൺവിക്റ്റഡ് ഓഫ് റിപ്പീറ്റഡ്ലി ഹ്യൂമിലിയേറ്റിംഗ് ഹിസ് വൈഫ് ഇൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ടു ഡീഗ്രേഡ് ഹെർ സെൽഫ് വർത്ത്. വിച്ച് ടൈപ്പ് ഓഫ് അബ്യൂസ് ഡസ് ദിസ് റെപ്രസെൻറ്റ് അല്ലേ? ഒരാൾ, ഒരു ഭാര്യ ഭർത്താവുണ്ട്, അതിൽ ഭർത്താവ് റിപ്പീറ്റഡ്ലി എന്ത് ചെയ്യുന്നു? തൻ്റെ ഭാര്യനെ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഡീഗ്രേഡ് ചെയ്യുന്നു, അവരുടെ സെൽഫ് വർത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫിസിക്കൽ അബ്യൂസ് ആണോ, സൈക്കോളജിക്കൽ അബ്യൂസ് ആണോ, എക്കണോമിക് അബ്യൂസ് ആണോ, സെക്ഷൽ അബ്യൂസ് ആണോ അല്ലേ? അതായത് പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്തും പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തും വൈഫിനെ ഡീഗ്രേഡ് ചെയ്യുക, അവരുടെ സെൽഫ് വർത്തിനൊക്കെ എന്ത് ചെയ്യുക? ഹ്യൂമിലിയേറ്റ് ചെയ്യുക. ഏതായിരിക്കും വരുന്നത് അല്ലേ? നമുക്ക് ചിന്തിച്ചറിയാം. ഫിസിക്കൽ അബ്യൂസ് അല്ല, എക്കണോമിക് അല്ല, സെക്ഷൽ അല്ല. ഇതെന്താണ്? ആൻസർ വരുന്നത് ബി ആണ്. സൈക്കോളജിക്കൽ അബ്യൂസ് അല്ലേ? നമ്മളൊരു സൈക്കോളജിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്? അവർ ടോർച്ചർ ചെയ്യുകയാണ് അല്ലേ? ഒരു ഡീഗ്രേഡ് ചെയ്തിട്ടും നമ്മുടെ സെൽഫ് വർത്തിനെ ചോദ്യം ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു ഡീഗ്രേഡാണ് അവർ വരുന്നത് അല്ലേ? Then അടുത്ത ക്വസ്റ്റ്യൻ, എ പെർപിട്രേറ്റർ ക്ലെയിംസ് ദാറ്റ് ആൽക്കഹോൾ കൺസപ്ഷൻ ലെഡ് ടു ദെയർ വയലന്റ് ബിഹേവിയർ. അണ്ടർ വിച്ച് ഫാക്ടർ might this fall in the context of domestic violence and alcoholism? Under which factor might this fall in the context of domestic violence and alcoholism? ഒരു പെർപിറ്റേറ്റ് ക്ലെയിം ചെയ്യുന്ന എന്താണ്? ആൽക്കഹോൾ കൺസപ്ഷൻ അല്ലേ? നമ്മളിങ്ങനെ ലഹരി ആൽക്കഹോൾ കൺസെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിലൊരു വയലന്റ് ബിഹേവിയറിലോട്ട് ലീഡ് ചെയ്യുമെന്ന് ഒരാൾ പറഞ്ഞു. അണ്ടർ വിച്ച് ഫാക്ടർ might this fall in the context of domestic violence and alcoholism? അപ്പോൾ താഴെ ഒരുപാട് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസിനെയും ആൽക്കഹോളിസിനെയും കോണ്ടെക്സ്റ്റിൽ ഇത് താഴെ തന്നിരിക്കുന്നില്ല ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് കിടക്കുക? ഓപ്ഷൻ എ വിക്ടിം വൾണറബിലിറ്റി, ആൻഡ് ബി ജസ്റ്റിഫിക്കേഷൻ ഫോർ അബ്യൂസ്, സി ഇൻക്രീസ്ഡ് അഗ്രഷൻ, ആൻഡ് ഡി കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഏതായിരിക്കും? ഇവിടെ ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. ജസ്റ്റിഫിക്കേഷൻ ഫോർ അബ്യൂസ് അല്ലേ? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അബ്യൂസ് ഉണ്ടെങ്കിൽ അയാൾ കുടിച്ചിട്ടുണ്ടായിരുന്നു, അയാൾ മദ്യലഹരിയിലായിരുന്നു, അയാൾ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, അപ്പോൾ അബ്യൂസിന് വേണ്ടിയുള്ള ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് മാറുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ആൽക്കഹോൾ കൺസപ്ഷൻ പലപ്പോഴും നമ്മളൊരു വയലൻറ്റ് ബിഹേവിയറിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ കപ്പിൾ റീകൺസിൽസ് ആഫ്റ്റർ എ വയലന്റ് ഇൻസിഡൻറ്റ് only for the violence to resume later, which theory best explain this cycle? If a couple reconciles after a violent incident only for the violence to resume later, which theory best explains this theory? അല്ലേ? ഏത് തിയറി ആയിരിക്കും? റിസോഴ്സ് തിയറി ആണോ, ഫെമിനിസ്റ്റ് തിയറി ആണോ, സൈക്കിളോ വയലൻസ് തിയറി ആണോ, സോഷ്യൽ ലേണിംഗ് തിയറി ആണോ? ഇവിടെ സൈക്കിളോ വയലൻസ് തിയറിയാണ്. കാരണം വയലന്റ് ഇൻസിഡന്റ് അല്ലേ? Then അടുത്ത ക്വസ്റ്റ്യൻ,
A victim of domestic violence is granted an order preventing her abuse from entering their shared home, which section of the Protection of Women from Domestic Violence Act 2005 applies here? അല്ലേ, ഒരു വിക്ടിം, ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു വിക്ടിമ് ഗ്രാൻഡഡ് ആൻഡ് ഓർഡർ പ്രിവെൻറ്റിങ് ഹെർ അബ്യൂസ് ഫ്രം എൻ്ററിങ് ദെയർ ഷെയർഡ് ഹോം. അല്ലേ, അപ്പോൾ അവർ നിൽക്കുന്ന ഷെയർഡ് ഹോമിൽ അവർ കുറച്ച് അബ്യൂസ് നേരിടുന്നത്, അതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഡൊമസ്റ്റിക് വയലൻസിലെ ഏത് സെക്ഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്? സെക്ഷൻ 17 ആണോ, സെക്ഷൻ 20 ആണോ, സെക്ഷൻ 19 ആണോ, സെക്ഷൻ 22 ആണോ? ഏതായിരിക്കും? സെക്ഷൻ 19 ആണ് കേട്ടോ. സെക്ഷൻ 19 എന്താന്ന് പറഞ്ഞുതരാം. സെക്ഷൻ 19 ഉദ്ദേശിക്കുന്നത് റെസിഡൻസ് ഓർഡേഴ്സ് ആണ്. സെക്ഷൻ 19 അതായത് അലോ ദ വുമൺ ടു കണ്ടിന്യൂ ലിവിങ് ഇൻ ദ ഷെയർഡ് ഹൗസ് ഹോൾഡ്. അല്ലേ, ആ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ ജീവിക്കാൻ വുമണിനെ, സ്ത്രീ എന്ത് ചെയ്യുന്നു, അവർ സമ്മതിക്കുന്നു, അലോ ചെയ്യുന്നു. ദെൻ റിമൂവ് ദ അബ്യൂസ് ഫ്രം ദ ഹൗസ് ഹോൾഡ്. അല്ലേ, റിമൂവ് ദ അബ്യൂസ്, ആ ഹൗസ് ഹോൾഡിൽ നടക്കുന്ന അബ്യൂസുകൾ എന്ത് ചെയ്യുന്നു, അവർ റിമൂവ് ചെയ്യുന്നു. ദെൻ ഇതൊന്ന്, ഇത് രണ്ട്. ദെൻ മൂന്നാമത്തെ ഫാക്ടർ പ്രിവെൻറ്റ് ദ അബ്യൂസ് ഫ്രം എൻറ്ററിങ് സർട്ടൺ ഏരിയാസ് ഓഫ് ദി ഹൗസ് ഹോൾഡ്. അല്ലേ, ഹൗസ് ഹോൾഡിൽ ചില ഏരിയാസിൽ എൻ്റർ ചെയ്തിട്ടുള്ള അബ്യൂസുകൾ എന്ത് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു. This order ensures that victims are not rendered homeless or forced into unsafe living situations. അല്ലേ, ഈ ഒരു ഓർഡർ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? ദാറ്റ് വിക്ടിംസ് ആർ നോട്ട് റെൻഡേഡ് ഹോംലെസ്. അല്ലേ, വിക്ടിംസിന് ഒരിക്കലും ഹോംലെസ് ആവേണ്ടി വരുന്നില്ല, അതുപോലെ തന്നെ ഒരിക്കലും ഒരു അൺസേഫ് ആയിട്ടുള്ള ലിവിങ് സിറ്റുവേഷനിൽ ജീവിക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം റെസിഡൻസ് ഓർഡേഴ്സ് ആണ്. അല്ലേ, ഒന്നല്ലെങ്കിൽ ആ വുമണിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷെയർഡ് ഹൗസ് ഹോൾഡിൽ തന്നെ ജീവിക്കാനുള്ള ഒരു അവകാശം കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഹൗസ് ഹോൾഡിലുള്ള അബ്യൂസുകൾ അവർ റിമൂവ് ചെയ്ത് കൊടുക്കും. ദെൻ മൂന്നാമത്തത്, ഒരിക്കലും ഒരു ഹോംലെസ് ആയിട്ട് അവർ മാറൂല, അവരുടെ ഒരു ലിവിങ് സിറ്റുവേഷൻ അൺസേഫ് ആവൂല. എന്ത് ചെയ്യും, ആ ഹൗസ് ഹോൾഡിനുള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ആ ഹൗസ് ഹോൾഡ് ഏരിയാസിൽ കടന്നു വരാൻ സാധ്യമുള്ള എല്ലാ അബ്യൂസുകളും എന്ത് ചെയ്യും, അവർ പ്രിവെൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആർട്ടിക്കിൾ സെക്ഷൻ 19 റെസിഡൻസ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സെക്ഷൻ 19 റെസിഡൻസ് ഓർഡേഴ്സ് ആണ്. റെസിഡൻസ് ഓർഡേഴ്സ് ആണ് സെക്ഷൻ 19. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ തിയറി ടു ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ. മാച്ച് ദ തിയറി ടു ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ കേട്ടോ. മാച്ച് ദ തിയറി ആണ്. ഫെമിനിസ്റ്റ് തിയറി ഉണ്ട്, റിസോഴ്സ് തിയറി ഉണ്ട്, സോഷ്യൽ ലേണിംഗ് തിയറി ഉണ്ട്, സൈക്കോ പാത്തോളജിക്കൽ തിയറി ഉണ്ട്. ഫെമിനിസ്റ്റ് തിയറി ഉണ്ട്, റിസോഴ്സ് തിയറി ഉണ്ട്, സോഷ്യൽ ലേണിംഗ് തിയറി ഉണ്ട്, സൈക്കോ പാത്തോളജിക്കൽ തിയറി. ഇവിടെ ഓപ്ഷൻസുകൾ ഏതൊക്കെയാണ്? ഡൊമസ്റ്റിക് വയലൻസ് ഈസ് ലേൺഡ് ബിഹേവിയർ. ഡൊമസ്റ്റിക് വയലൻസ് ഈസ് ലേൺഡ് ബിഹേവിയർ. ആൽക്കഹോൾ കൺസപ്ഷൻ ലീഡ്സ് ടു ഇമ്പൾസ് കൺട്രോൾ ഇഷ്യൂസ് ആൻഡ് വയലൻസിൽ ആൽക്കഹോൾ കൺസപ്ഷൻ എന്തിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്? ഇമ്പൾസ് ആയിട്ടുള്ള കൺട്രോൾ ഇഷ്യൂസിലോട്ടും വയലൻസിലോട്ടും ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ സി എന്താണ്? ഡൊമസ്റ്റിക് വയലൻസസ് അറൈസസ്. ഡൊമസ്റ്റിക് വയലൻസ് അറൈസസ് ഫ്രം മെയിൽ ഡോമിനൻസ് ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റീസിലെ പാട്രിയാർക്കൽ സൊസൈറ്റീസ്, ദാറ്റ് മീൻസ് പിതൃമേധാവിത്വ സമൂഹത്തിൽ നിന്നുള്ള മെയിൽ ഡോമിനൻസിൽ നിന്നാണ് ഡൊമസ്റ്റിക് വയലൻസ് അറൈസ് ചെയ്യുന്നത്. ദെൻ മെൻ വിത്ത് ഫീവർ റിസോഴ്സസ് മേ യൂസ് വയലൻസ് ടു അസേർട്ട് കൺട്രോൾ. അല്ലേ, മെൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിസോഴ്സുകൾ വെച്ചിട്ട് വയലൻസുകൾ കൺട്രോൾ അസേർട്ട് ചെയ്യാൻ വയലൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനും എന്ത് ചെയ്യണം? കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൻ്റെ ആൻസർ എന്ന് വരുന്നത് ഒന്നാമത്തെ ഏതായിരിക്കും? ഫെമിനിസ്റ്റ് തിയറിയാണ്. അല്ലേ, ഫെമിനിസ്റ്റ് തിയറി ഇതിൽ ഏതായിരിക്കും പറയുന്നത്? സി ആണ് കേട്ടോ.
ഡൊമസ്റ്റിക് വയലൻസ് അറൈസസ് ഫ്രം മെയിൽ ഡോമിനൻസ് ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റീസിലെ ഒരു പിതൃമേധാവിത്വ സമൂഹത്തിലെ മെയിൽ ഡോമിനൻസ് അറൈസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് വയലൻസിൽ നിന്നാണ്, ഗാർഹിക പീഡനത്തിൽ നിന്നാണ്. ദെൻ രണ്ട് ഏതാണ്? റിസോഴ്സസ് തിയറി അല്ലേ. രണ്ട് വരുന്നത് ഏതാണ്? ഡി ആണ്. മെൻ വിത്ത് ഫീവർ റിസോഴ്സസ് മേ യൂസ് വയലൻസ് ടു അസേർട്ട് കൺട്രോൾ അല്ലേ. കൺട്രോൾ അസേർട്ട് ചെയ്യാൻ വയലൻസിനെ യൂസ് ചെയ്യുന്നതാണ് മെൻ വിത്ത് ഫ്യൂവർ റിസോഴ്സസ്. അതാണ് റിസോഴ്സസ് അല്ലേ, ഫീവർ റിസോഴ്സസ് അല്ലേ, റിസോഴ്സസ് തിയറി. ദെൻ 3 സോഷ്യൽ ലേണിംഗ് തിയറി ഏതാണ്? എ ആണ്. അഥവാ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഒരു ലേണഡ് ബിഹേവിയർ ആണ് അല്ലേ. സോഷ്യൽ ലേണിംഗ് തിയറി ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഒരു ലേണഡ് ബിഹേവിയർ ആണ്. 4 അപ്പം എന്തായിരിക്കും? 4 ബി ആണ് അല്ലേ. സൈക്കോ പാത്തോളജിക്കൽ തിയറി. സൈക്കോ പാത്തോളജിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കഹോൾ കൺസപ്ഷൻ ലീഡ്സ് ടു ഇമ്പൾസ് കൺട്രോൾ ഇഷ്യൂസ് ആൻഡ് വയലൻസസ് അല്ലേ. ആൽക്കഹോൾ കൺസപ്ഷൻ എന്തിലോട്ടൊക്കെയാണ് ലീഡ് ചെയ്യുന്നത്? ഇമ്പൾസ് കൺട്രോളിലോട്ടും ഇഷ്യൂലോട്ടും അതുപോലെ തന്നെ വയലൻസിലോട്ടുമാണ് അല്ലേ. അതായത് നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളിലോട്ടും അതിക്രമങ്ങളിലോട്ടും എന്ത് ചെയ്യും? കൂടുതലായിട്ട് ആൽക്കഹോൾ കൺസപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫെമിനിസ്റ്റ് തിയറി സി ആണ്. ദെൻ റിസോഴ്സ് തിയറി ഡി ആണ്. ദെൻ സോഷ്യൽ ലേണിംഗ് തിയറി എ ആണ്. ദെൻ സൈക്കോ പാത്തോളജിക്കൽ തിയറി ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ പാട്രിയാർക്കൽ എന്നുള്ളൊരു ചിന്ത വരിക. റിസോഴ്സ് തിയറി അല്ലേ. അപ്പോൾ റിസോഴ്സ് ഉണ്ട് ഇവിടെ. സോഷ്യൽ ലേണിംഗ് തിയറി ഡൊമസ്റ്റിക് വയലൻസ് ഈസ് ലേൺഡ് ബിഹേവിയർ. സൈക്കോ പാത്തോളജിക്കൽ തിയറി ആൽക്കഹോൾ കൺസപ്ഷൻ എന്തിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്? ഇഷ്യൂസിലോട്ടും വയലൻസിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു മാച്ച് ദ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ടൈപ്പ് അബ്യൂസ് വിത്ത് കറക്റ്റ് എക്സാമ്പിൾസ്. മാച്ച് ദ ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ് അല്ലേ. നമ്മൾ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ടൈപ്പ് ഓഫ് അബ്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, സെക്ഷൽ അബ്യൂസ് ഉണ്ട്, ഇമോഷണൽ അബ്യൂസ് ഉണ്ട്, എക്കണോമിക് അബ്യൂസ് ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് ഹ്യൂമിലിയേറ്റിംഗ് എ പാർട്ട്ണർ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പാർട്ട്ണറിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക. ബി എന്താണ്? ഫോഴ്സിങ് എ പാർട്ട്ണർ ടു ഹാവ് സെക്സ് എഗെയിൻസ്റ്റ് ദെയർ വില്ലിലെ അവരുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് പാർട്ട്ണറിനോട് സെക്സ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യാം. ദെൻ സി എന്താണ്? ഹിറ്റിംഗ് ആൻഡ് സ്ലാപ്പിങ്, നമ്മൾ അടിക്കുക, ഹിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഡി പ്രിവെൻറ്റിംഗ് എ പാർട്ട്ണർ ഫ്രം ആക്സസിങ് ദെയർ മണി അല്ലേ. അവരുടെ മണി ആക്സസ് ചെയ്യുന്നതിന് പാർട്ട്ണറെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡൊമസ്റ്റിക് വയലൻസിൻ്റെ അബ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് അല്ലേ? ഫിസിക്കൽ അബ്യൂസ്. ഫിസിക്കൽ അബ്യൂസ് ഏതായിരിക്കും? നമുക്ക് ചിന്തിച്ചറിയാം. 1 സി ആണ് അല്ലേ, ഹിറ്റിങ്ങും സ്ലാപ്പിങ്ങും ആണ്. ദെൻ സെക്ഷൽ അബ്യൂസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ്? ഫോഴ്സിങ് എ പാർട്ട്ണർ ടു ഹാവ് സെക്സ് എഗെയിൻസ്റ്റ് ദെയർ വില്ല് അല്ലേ. അപ്പോൾ 2 ബി ആണ്. ദെൻ 3 എന്താണ്? ഇമോഷണൽ അബ്യൂസ് ആണ് അല്ലേ. അപ്പോൾ ഇമോഷണൽ അബ്യൂസ് എന്തായിരിക്കും? ഇമോഷണൽ ആണ് അല്ലേ. ഹ്യൂമിലിയേറ്റിംഗ് എ പാർട്ട്ണർ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് അല്ലേ. 3 എ ആണ് അല്ലേ. അപ്പോൾ 4 ഏതായിരിക്കും? ഡി ആയിരിക്കും അല്ലേ. എക്കണോമിക് അബ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിവെൻറ്റിംഗ് എ പാർട്ട്ണർ ഫ്രം ആക്സസിങ് ദെയർ മണി അല്ലേ. ഫിസിക്കൽ, സെക്ഷൽ, ഇമോഷണൽ അതുപോലെ തന്നെ എക്കണോമിക് അബ്യൂസ് ആർ ഡിസ്റ്റിൻക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഹാം ഇൻഫ്ലിക്റ്റഡ് അല്ലേ. നമുക്ക് കിട്ടുന്ന ഹാമിനനുസരിച്ചിട്ട് ഫിസിക്കൽ അബ്യൂസും സെക്ഷൽ അബ്യൂസും ഇമോഷണൽ അബ്യൂസും അതുപോലെ തന്നെ എക്കണോമിക് അബ്യൂസൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ കോൺസിക്വൻസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ടു ഇറ്റ്സ് ഇഫക്റ്റ് അല്ലേ. മാച്ച് ദ കോൺസിക്വൻസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കോൺസിക്വൻസിനെ അതിൻ്റെ ഇഫക്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാച്ച് ചെയ്യാം. ഒന്നാമത്തത് ഫിസിക്കൽ ഇഞ്ചുറീസ് ആണ്. രണ്ടാമത്തത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആണ്. മൂന്നാമത്തത് എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. ദെൻ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഏതാണ്? എ എന്ന് പറയുന്നത് ലോസ് ഓഫ് ജോബ് ഡ്യൂ ടു ഇൻഎബിലിറ്റി ടു വർക്ക് ചെയ്യാനുള്ള ഇൻഎബിലിറ്റി കൊണ്ട് നമുക്ക് ജോലി നഷ്ടപ്പെടുക. ബി എന്താണ്? PTSD ആൻഡ് ആൻസൈറ്റി. സി എന്താണ്? ബ്രൂയിസസ് ആൻഡ് ഫ്രാക്ചേഴ്സ് അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ ഫിസിക്കൽ അബ്യൂസിലെ ഫിസിക്കൽ ഇഞ്ചുറീസ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? ബ്രൂയിസ് ആൻഡ് ഫ്രാക്ചേഴ്സ് സി ആണ് അല്ലേ. 2 എന്താണ്?
മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, മെൻ്റൽ അല്ലേ, അപ്പോൾ ബി ആണ് PTSD ആൻഡ് ആൻസൈറ്റി. 3 എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് അല്ലേ, എന്തായിരിക്കും? ലോസ് ഓഫ് ജോബ് ഡ്യൂ ടു ഇൻഎബിലിറ്റി ടു വർക്കാണ്. ഈ ഡൊമസ്റ്റിക് വയലൻസ് എപ്പോഴും ഡൊമസ്റ്റിക് വയലൻസ് ലീഡ് ടു ഫിസിക്കൽ ഇഞ്ചുറീസ്, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആൻഡ് എക്കണോമിക് ഇമ്പാക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് അതിൻ്റെ ഇഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ അതിനെ കൂടുതലായിട്ട് നമ്മൾ മാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഡൊമസ്റ്റിക് വയലൻസ് പലപ്പോഴും ഫിസിക്കൽ ഇഞ്ചുറിയിലോട്ടും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിലോട്ടും എക്കണോമിക് ഇമ്പാക്റ്റിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, എ വുമൺ റിപ്പോർട്ട്സ് being regularly insulted and degraded by her partner. What type of intervention might help in this case? അല്ലേ, ഒരു റിപ്പോർട്ടാണ്, ഒരു വുമൺ കണ്ടിന്യൂസ്ലി റെഗുലർലി എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ പാർട്ട്ണറിൽ നിന്നും ഡീഗ്രേഡ് അല്ലെങ്കിൽ ഇൻസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നേരിടുന്നുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് ഇൻ്റർവെൻഷനാണ് നമുക്ക് ഈ ഒരു കേസിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? എന്ത് ടൈപ്പ് ഓഫ് ഇൻ്റർവെൻഷനാണ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് നമുക്ക് പറ്റുക? ഓക്കെ, ഈ കേസിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് എക്കണോമിക് കോമ്പൻസേഷൻ, ആൻഡ് ഓപ്ഷൻ ബി കൗൺസിലിംഗ് സെക്ഷൻ, ആൻഡ് സി പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, എക്കണോമിക് കംപ്രഷൻ, കൗൺസിലിംഗ് സെഷൻസ്, പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഏതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഏതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്, കൗൺസിലിംഗ് സെക്ഷൻ. കൗൺസിലിംഗ് സെക്ഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അല്ലേ. കൗൺസിലിംഗ് ക്യാൻ ഹെൽപ്പ് വിക്ടിംസ് ഡീൽ വിത്ത് ഇമോഷണൽ ഓർ സൈക്കോളജിക്കൽ അബ്യൂസ് അല്ലേ. ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ അബ്യൂസ് നമുക്ക് നേരിടാൻ പറ്റുന്നത് ഏത് വഴിയാണ്? കൗൺസിലിംഗ് വഴിയാണ്. ഓക്കെ, സോ കൗൺസിലിംഗ് സെക്ഷനാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഫാമിലി where alcoholism is prevalent, a child grows up witnessing frequent domestic violence. According to the social learning theory, this child likely to അല്ലേ, ഒരു ഫാമിലി ഉണ്ട്, ആ ഫാമിലിയിൽ എന്ത് പറയുന്നത് ആൽക്കഹോളിസം ഉണ്ട്. അവിടെ ഒരു കുട്ടി വളരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അവൻ ഈ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ അതെ ഡൊമസ്റ്റിക് വയലൻസ് ഡൊമസ്റ്റിക് അബ്യൂസ് കണ്ടിട്ടാണ് അവൻ വളരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ സോഷ്യൽ ലേണിംഗ് തിയറി ഈ കുട്ടി എങ്ങനത്തെ കുട്ടിയായിരിക്കും അല്ലേ? ഇപ്പോൾ കണ്ടിന്യൂസ് അവൻ ഡൊമസ്റ്റിക് വയലൻസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ആൽക്കഹോളിസം അവിടെ ഉണ്ട്. അപ്പോൾ ആ കുട്ടി എങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക? എ എന്ന് പറയുന്നത് എന്താണ്? സീക്ക് കൗൺസിലിംഗ് അറ്റ് എ യങ് ഏജ്. സീക്ക് കൗൺസിലിംഗ് അറ്റ് എ യങ് ഏജ് അല്ലേ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടിക്ക് എന്ത് വേണം? കൗൺസിലിംഗ് കൊടുക്കണം. ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പ് ആൻഡ് അവോഷൻ ടു വയലൻസ് ആൻഡ് ആൽക്കഹോൾ അല്ലേ. വയലൻസിനും ആൽക്കഹോളിനും ഒരു അവോഷൻ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. ദെൻ സി എന്താണ്? മിമിക് വയലൻറ്റ് ആൻഡ് അബ്യൂസീവ് ബിഹേവിയേഴ്സ് ഇൻ അഡൾട്ട്ഹുഡ്. മിമിക് വയലൻറ്റ് ആൻഡ് അബ്യൂസീവ് ബിഹേവിയേഴ്സ് ഇൻ അഡൾട്ട്ഹുഡിലൊരു അബ്യൂസീവ് ബിഹേവിയേഴ്സും മിമിക് വയലൻറ്റും. ദെൻ ഡി എന്താണ്? അവോയ്ഡ് ആൽക്കഹോൾ കൺസപ്ഷൻ കംപ്ലീറ്റ്ലി അല്ലേ. ആൽക്കഹോൾ കൺസപ്ഷൻ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഏതായിരിക്കും നമുക്കതിൽ കൊടുക്കാൻ പറ്റുക? ആ കുട്ടിക്ക് സോഷ്യൽ ലേണിംഗ് തിയറി പ്രകാരം ആ കുട്ടി എങ്ങനെ ആയിട്ട് മാറാനാണ് ചാൻസ്? ഇവിടെ ആൻസർ വരുന്നത് സി ആണ്, മിമിക് വയലൻറ്റ് ആൻഡ് അബ്യൂസീവ് ബിഹേവിയേഴ്സ് ഇൻ അഡൾട്ട്ഹുഡ് അല്ലേ. മിമിക് വയലൻറ്റും അതുപോലെ തന്നെ അഡൾട്ട്ഹുഡിൽ ഒരു അബ്യൂസീവ് ബിഹേവിയറിലോട്ട് ആ കുട്ടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ചെറുപ്പം മുതലേ ആ കുട്ടി എന്താ കാണുന്നത്? ഡൊമസ്റ്റിക് വയലൻസ് ആണ് കാണുന്നത്, അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസപ്ഷനാണ് വീട്ടിൽ കണ്ടു വളർന്നത്. അപ്പോൾ അഫ്കോഴ്സ് എന്ത് ചെയ്യും? അവനും പിന്നീട് ഇതായിട്ട് ഒരു അഡൾട്ട്ഹുഡിൽ ഒരു അബ്യൂസീവ് ബിഹേവിയർ ആയിട്ട് മിമിക് വയലൻ്റ് ആയിട്ടും അവൻ എന്ത് ചെയ്യും? മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു അക്കോർഡിംഗ് ടു ദ സോഷ്യൽ ലേണിംഗ് തിയറി അല്ലേ. സോഷ്യൽ ലേണിംഗ് തിയറി പ്രകാരം എന്താണ്? അപ്പോൾ എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി?
അല്ലേ? സോഷ്യൽ ലേണിംഗ് തിയറി എന്താണ്? Social learning theory suggests children raised in abusive environments may replicate these behaviors in adulthood. Replicate. അതായത് സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത് ഒരു കുട്ടി ഇതേപോലത്തുള്ള അബ്യൂസീവ് എൻവയോൺമെൻറ്റിലാണ് ആ കുട്ടി വളരുന്നത് എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, അഡൾട്ട്ഹുഡിലും അവൻ്റെ ഈ ഒരു ബിഹേവിയറിൻ്റെ ഒരു റെപ്ലിക്കേറ്റ് ആയിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ഒരു തുടർച്ച, അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവൻ ആ ഒരു ബിഹേവിയർ എന്ത് ചെയ്യും, അവിടെ അവൻ എന്ത് ചെയ്യും, അവൻ കാണിക്കും എന്നാണ് പറയുന്നത്. അതാണ് സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത്. Then അടുത്ത question, a woman is economically dependent on her abusive husband, making it difficult for her to leave the relationship. This scenario is an example of ഒരു സ്ത്രീ അവളുടെ അബ്യൂസീവ് പാർട്ട്ണർ അല്ലെങ്കിൽ അബ്യൂസീവ് ഹസ്ബൻഡുമായിട്ട് കൂടുതൽ സാമ്പത്തിക ആശ്രയത്വത്തിലാണ്, എക്കണോമിക്കലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇത് അവളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ലീവ് ചെയ്യുന്നില്ല, അതിൽ നിന്ന് ഒഴിവാകുന്നില്ലെന്നും അവളെ ഡിഫിക്കൽട്ട് ആക്കുന്നു. കാരണം അവൾക്ക് വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അവൾ എപ്പോഴും ഈ അബ്യൂസീവ് ഹസ്ബൻഡിനെ എക്കണോമിക്കലി എന്ത് ചെയ്യണം, അവൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു സിനാരിയോ താഴെ തന്നിരിക്കുന്നതിൽ എന്തിൻ്റെ എക്സാമ്പിളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കൾച്ചറൽ നോം എൻഫോഴ്സ്മെൻ്റ് ആണോ, എക്കണോമിക് ഡിപ്പെൻഡൻസി ആണോ, സൈക്കിൾ ഓഫ് വയലൻസ് ആണോ, സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി ആണോ? കൾച്ചർ നോം എൻഫോഴ്സ്മെൻ്റ് ആണോ, എക്കണോമിക് ഡിപ്പെൻഡൻസി, സൈക്കിൾ ഓഫ് വയലൻസ്, സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി അല്ലേ? നിങ്ങളത് കേൾക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്താ വരുന്നത്? ആൻസർ വരുന്നത് ബി ആണ് അല്ലേ, എക്കണോമിക് ഡിപ്പെൻഡൻസി. എക്കണോമിക് ഡിപ്പെൻഡൻസി അല്ലേ? എന്താണ് എക്കണോമിക് ഡിപ്പെൻഡൻസി? എക്കണോമിക് ഡിപ്പെൻഡൻസി ഓഫൺ പ്രിവെൻറ്റ്സ് വിക്ടിംസ് ഫ്രം ലീവിങ് അബ്യൂസീവ് റിലേഷൻഷിപ്പ് അല്ലേ? ഈ അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിന്നും ലീവ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന എക്കണോമിക് ഡിപ്പെൻഡൻസി പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലേ? കാരണം എക്കണോമിക് ഡിപ്പെൻഡൻസി ഇല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഒരു ഇൻഡിപെൻഡൻ്റ് അല്ല, എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ എടുക്കണം. സോ അതാണ് എക്കണോമിക് ഡിപ്പെൻഡൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് ടു ഇറ്റ്സ് പർപ്പസസ്. മാച്ച് ദ ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് ടു ഇറ്റ്സ് പർപ്പസസ് അല്ലേ? ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസിനെ അതിൻ്റെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ മാച്ച് ചെയ്യാം അല്ലേ? എന്താണ് ഒന്ന് എന്ന് പറയുന്നത്? എന്താണ്? ആൽക്കഹോൾ അബ്യൂസ് ട്രീറ്റ്മെൻ്റ് ആണ്. ആൽക്കഹോൾ അബ്യൂസ് ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത്തത് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് ആണ്. പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ്. മൂന്നാമത്തത് ലീഗൽ പ്രൊട്ടക്ഷൻസ് ആണ്. നാലാമത്തത് സപ്പോർട്ട് സർവീസസ് ആണ്. ആൽക്കഹോൾ അബ്യൂസ് ട്രീറ്റ്മെൻറ്റ്, പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ്, ലീഗൽ പ്രൊട്ടക്ഷൻസ്, സപ്പോർട്ട് സർവീസസ്. ഇതിന് അതിൻ്റെ മാച്ച് നോക്കാം. എ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഷെൽട്ടേഴ്സ് ആൻഡ് ലീഗൽ എയ്ഡ് ഫോർ വിക്ടിംസ് അല്ലെ? വിക്ടിംസിന് വേണ്ടിയിട്ട് ലീഗൽ എയ്ഡും ഷെൽട്ടേഴ്സും പ്രൊവൈഡ് ചെയ്യുക. ദെൻ ബി എന്താണ്? ഓഫറിങ് റീഹാബിലിറ്റേഷൻ ഫോർ അഗ്രസീവ് ബിഹേവിയർ ലിങ്ക്ഡ് ടു ആൽക്കഹോളിസം അല്ലേ? എന്താണ്? ആൽക്കഹോളിസവുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന അഗ്രസീവ് ബിഹേവിയറിന് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഓഫർ ചെയ്യാം. സി എന്താണ്? റേസിംഗ് അവയർനെസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് റിസ്ക്. ഡൊമസ്റ്റിക് വയലൻസ് റിസ്കിൻ്റെ അവയർനെസ് റേസ് ചെയ്യാം. ഡി എന്താണ്? എൻഫോഴ്സിങ് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് അല്ലേ? പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് എന്ത് ചെയ്യുക? എൻഫോഴ്സ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിനൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ആൽക്കഹോൾ അബ്യൂസ് ട്രീറ്റ്മെൻ്റ് ആണ് അല്ലേ? ആൽക്കഹോൾ അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യാം അല്ലേ? ഇവിടെ പറയുന്നുണ്ട് ഓഫറിംഗ് റീഹാബിലിറ്റേഷൻ ഫോർ അഗ്രസീവ് ബിഹേവിയർ ലിങ്ക്ഡ് ടു ആൽക്കഹോളിസം അല്ലേ? അതായത് ആൽക്കഹോളിസമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല അഗ്രസീവ് ബിഹേവിയറിന് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ കൊടുക്കുക. അപ്പോൾ ഒന്ന് ബി. രണ്ട് എന്താണ്? പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് ആണ്. പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് എന്താണ്? റേസിംഗ് അവയർനെസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് റിസ്ക് അല്ലേ? കാരണം എന്താണ്? പബ്ലിക് അവയർനെസ് കൊടുക്കണം. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ റിസ്ക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവയർനെസ് എന്ത് ചെയ്യുക? റേസ് ചെയ്യുക.
മൂന്നാമത്തെ എന്താണ്? ലീഗൽ പ്രൊട്ടക്ഷൻസ് ആണ് അല്ലേ? ലീഗൽ പ്രൊട്ടക്ഷൻസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ലീഗൽ പ്രൊട്ടക്ഷൻസ്. എൻഫോഴ്സിങ് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് ഡി ആണ് അല്ലേ? പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ് എൻഫോഴ്സ് ചെയ്യുക. ദെൻ നാലാമത്തെ എന്തായിരിക്കും? അപ്പോൾ എ ആയിരിക്കും അല്ലേ? നാലെന്താണ്? സപ്പോർട്ട് സർവീസസ്. നമ്മൾ അവർക്ക് വേണ്ട പ്രൊവൈഡിങ് ഷെൽട്ടേഴ്സ് ആൻഡ് ലീഗൽ എയ്ഡ് ഫോർ വിക്ടിംസ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ട ഷെൽട്ടേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ വിക്ടിംസിന് വേണ്ട ലീഗൽ എയ്ഡുകളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സോ അതും എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണിത്. അപ്പോൾ ആൽക്കഹോൾ അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓഫറിംഗ് റീഹാബിലിറ്റേഷൻ ഫോർ അഗ്രസീവ് ബിഹേവിയർ ലിങ്ക്ഡ് ടു ആൽക്കഹോളിസം. പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻസ് എന്ന് പറയുന്നത് ഏതാണ്? റേസിംഗ് അവയർനെസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് റിസ്ക്. ലീഗൽ പ്രൊട്ടക്ഷൻസ് എന്താണ്? എൻഫോഴ്സിംഗ് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സ്. സപ്പോർട്ട് സർവീസ് എന്താണ്? പ്രൊവൈഡിംഗ് ഷെൽട്ടേഴ്സ് ആൻഡ് ലീഗൽ എയ്ഡ് ഫോർ വിക്ടിംസ്. Then അടുത്ത ക്വസ്റ്റ്യൻ, എ വിക്ടിം ഈസ് അവാർഡഡ് കോമ്പൻസേഷൻ ഫോർ ഫിസിക്കൽ ഇഞ്ചുറീസ് ആൻഡ് ഇമോഷണൽ ട്രോമ അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് ദി PWDVA ദിസ് ഫോൾ അല്ലേ? ഒരു വിക്ടിം എന്ത് ചെയ്യുന്നു? കോമ്പൻസേഷൻ കിട്ടി. അവൻ്റെ ഫിസിക്കൽ ഇഞ്ചുറീസ് കൊണ്ടും ഇമോഷണൽ ട്രോമ കൊണ്ടും അവനെ കുറച്ച് കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത്, ആൻസർ വരുന്നത് ബി ആണ്, സെക്ഷൻ 22. ആൻസർ ബി, സെക്ഷൻ 22. ഇനി എന്താണ് സെക്ഷൻ 22 എന്ന് പറയാം? അതായത് വിക്ടിംസ് സഫർ ചെയ്യുന്നതിന് നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുക. ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതായത് സെക്ഷൻ 22 എന്ന് പറയുന്നത് എൻ്റെ ഹെഡിങ് കോമ്പൻസേഷൻ ഓർഡേഴ്സ് ആണ്. കോമ്പൻസേഷൻ ഓർഡേഴ്സ് ആണ് ഇത്. സെക്ഷൻ 22 എനാബിൾസ് ദ കോർട്ട് ടു അവാർഡ് കോമ്പൻസേഷൻ ടു ദ വിക്ടിം ഫോർ ഡാമേജസ് സഫേർഡ് ഡ്യൂ ടു ഡൊമസ്റ്റിക് വയലൻസ്. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് സഫർ ചെയ്ത് ഒരാൾക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോമ്പൻസേഷൻ എന്തിനൊക്കെ വരാം? മെൻ്റൽ ട്രോമക്ക് വരാം, അതുപോലെ തന്നെ ഫിസിക്കൽ ഇഞ്ചുറീസിന് വരാം. മെൻ്റൽ ട്രോമക്കും ഫിസിക്കൽ ഇഞ്ചുറീസിന് വരാം. ലോസ് ഓഫ് ഏർണിംഗ്സ് ഓർ പ്രോപ്പർട്ടി കോസ്ഡ് ബൈ ദ വയലൻസ്. ദിസ് പ്രൊവിഷൻ എൻഷുവേഴ്സ് ദാറ്റ് വിക്ടിംസ് ആർ ഫിനാൻഷ്യലി കോമ്പൻസേറ്റഡ് ഫോർ their സഫറിങ് ആൻഡ് ക്യാൻ റീബിൽഡ് their ലീവ്സ്. ഇപ്പോൾ എന്തെങ്കിലും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏർണിങ്സോ ആ വയലൻസിൽ, ഡൊമസ്റ്റിക് വയലൻസിൽ അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ വിക്ടിംസിന് അവർക്ക് ഫിനാൻഷ്യലി കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. അവരുടെ ജീവിതം പുനരാരംഭിക്കുന്ന വേണ്ട, റീബിൽഡ് ചെയ്യേണ്ടി വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ചെയ്തു കൊടുക്കണം. ഇത് സെക്ഷൻ 22 എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഓർഡേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാണ്. അടുത്തത്, which theory suggests that violence is used to assert control due to a lack of resources. Which theory suggests that violence is used to assert control due to a lack of resources. അപ്പോൾ താഴെ തന്നിരിക്കുന്ന തിയറിയിൽ ഏതോ ഒന്ന് സജസ്റ്റ് ദാറ്റ് വയലൻസ് ഈസ് യൂസ്ഡ് ടു അസേർട്ട് കൺട്രോൾ ഡ്യൂ ടു എ ലാക്ക് ഓഫ് റിസോഴ്സസ്. വയലൻസ് എന്ന് പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് റിസോഴ്സുകൾ കൊണ്ട്, അതായത് റിസോഴ്സിൻ്റെ അഭാവം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ അസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുക വയലൻസ്. അപ്പോൾ ഇതിൽ ഏതോ ഒരു തിയറി അങ്ങനെ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് തിയറിയാണെന്നാണ് ചോദിക്കുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറിയാണോ, സൈക്കിൾ ഓഫ് വയലൻസ് തിയറിയാണോ, റിസോഴ്സ് തിയറിയാണോ, സൈക്കോ പാത്തോളജിക്കൽ തിയറിയാണോ? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഈ തിയറീസ് എന്ത് ചെയ്തു? നമ്മൾ പരിചയപ്പെട്ടില്ലേ? എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി, എന്താണ് സൈക്കിൾ ഓഫ് വയലൻസ് തിയറി, ദെൻ റിസോഴ്സ് തിയറി, സൈക്കോ പാത്തോളജിക്കൽ തിയറി അല്ലേ? അപ്പോൾ നോക്കാം, നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. ആൻസർ വരുന്നത് സി ആണ്, റിസോഴ്സ് തിയറി അല്ലേ? നമ്മൾ റിസോഴ്സ് തിയറി ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ലാക്ക്
ലാക്ക് ഓഫ് റിസോഴ്സ്. നമ്മൾ മുന്നൊരു ക്വസ്റ്റ്യനിലും ഈ ഒരു ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലാക്ക് ഓഫ് റിസോഴ്സ് യൂസ് ടു അസേർട്ട് കൺട്രോൾ ഡ്യൂ ടു അല്ലേ, അതായത് റിസോഴ്സിൻ്റെ അഭാവം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വയലൻസിനെ ഒരു കൺട്രോൾ അസേർട്ടായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു തിയറി സജസ്റ്റ്, ഏത് തിയറിയാണ് അത് സജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റിസോഴ്സ് തിയറിയാണ് അല്ലേ. ഇനി എന്താണ് റിസോഴ്സ് തിയറി എന്ന് പറയുന്നത്? റിസോഴ്സ് തിയറി എന്ന് പറയുന്നത് എന്താണ്? Posit that violence may be used by those with fewer social or financial resources to assert control അല്ലേ. എന്താ പറയുന്നത്? വയലൻസ് മേ ബി, അതായത് ഇവിടെ വയലൻസ് മേ ബി യൂസ്ഡ്, വയലൻസ് എന്ന് പറയുന്നത് യൂസ്ഡ് ബൈ ദോസ് അല്ലേ. എന്താണ്? നമുക്കൊരു സോഷ്യൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സ് അസേർട്ട് കൺട്രോൾ ചെയ്യാനുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വയലൻസിനെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസോഴ്സ് തിയറി എന്ന് പറയാം. ദെൻ അതിൽ മറ്റൊരു തിയറി ഉണ്ട് അല്ലേ, സൈക്ലോ വയലൻസ് തിയറി. സൈക്ലോ വയലൻസ് തിയറി കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. സൈക്ലോ വയലൻസ് തിയറിയിൽ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? റിപ്പീറ്റേറ്റീവ് പാറ്റേൺ ഓഫ് അബ്യൂസിൻ്റെ ഒരു റിപ്പീറ്റേറ്റീവ് പാറ്റേൺ ആണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ റീകൺസിലിയേഷൻ ആൻഡ് എസ്കലേഷൻ, റീകൺസിലിയേഷനെ കുറിച്ചും അതുപോലെ തന്നെ എസ്കലേഷനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇതിൽ സംസാരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ദ ഫെമിനിസ്റ്റ് തിയറി ഡൊമസ്റ്റിക് വയലൻസ് ഇസ് പെർപ്യൂട്ടേറ്റഡ് ബൈ അല്ലേ. അപ്പോൾ ഇവിടെ ഫെമിനിസ്റ്റ് തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. ഫെമിനിസ്റ്റ് തിയറി എന്ന് പറഞ്ഞ് ഡൊമസ്റ്റിക് വയലൻസിലെ, അതായത് ഫെമിനിസ്റ്റ് തിയറി പ്രകാരം ഡൊമസ്റ്റിക് വയലൻസ് ഈസ് പെർപിറ്റ്യൂട്ടഡ് ബൈ അല്ലേ. ഡൊമസ്റ്റിക് വയലൻസ് എന്തിനാണ് പെർപിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആൽക്കഹോൾ കൺസപ്ഷൻ, ഓപ്ഷൻ ബി പാട്രിയാർക്കൽ സൊസൈറ്റൽ നോംസ്, ആൻഡ് ഓപ്ഷൻ സി സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ആൻഡ് ഓപ്ഷൻ ഡി ലാക്ക് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്കിൽ അല്ലേ. അപ്പോൾ എന്താണ് ഇതിന് ഈ ലാക്ക് ഓഫ് കോൺഫ്ലിക്റ്റ് നമ്മുടെ ഫെമിനിസ്റ്റ് തിയറിയിൽ ഡൊമസ്റ്റിക് വയലൻസ് പെർപിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ബി ആണ്, പാട്രിയാർക്കൽ സൊസൈറ്റൽ നോംസ്. ഫെമിനിസ്റ്റ് തിയറി നമ്മൾ മുന്നേ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പാട്രിയാർക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? പാട്രിയാർക്കൽ സൊസൈറ്റിയൽ നോംസ് ആണ് പറയുന്നത്. എന്താണ് ഫെമിനിസ്റ്റ് തിയറി അല്ലേ? എന്താണ് ഫെമിനിസ്റ്റ് തിയറി എന്ന് പറയുന്നത്? ഫെമിനിസ്റ്റ് തിയറി എന്ന് പറയുന്നത് എന്താണ്? ആട്രിബ്യൂട്ട് ഡൊമസ്റ്റിക് വയലൻസ് ടു പാട്രിയാർക്കൽ നോംസ് ദാറ്റ് റീഇൻഫോഴ്സ് മെയിൽ ഡോമിനൻസ് ഓവർ വുമൺ അല്ലേ. മെയിൽ ഡോമിനൻസ് ഓവർ വുമൺ, അതായത് വുമൺസിൻ്റെ മേലെയുള്ള ഒരു മെയിൽ ഡോമിനൻസ് അല്ലേ. അപ്പോൾ ഫെമിനിസ്റ്റ് തിയറി കൂടുതലായിട്ട് ഡൊമസ്റ്റിക് വയലൻസിനെ പെർപെട്രേറ്റ് ചെയ്യുന്നത് പാട്രിയാർക്കൽ സൊസൈറ്റിയൽ നോംസ് എന്നതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ഫെമിനിസ്റ്റ് തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.